കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തെ നയിച്ച രണ്ട് അതികായന്മാർ ഇല്ല. ഒന്ന് ഉമ്മൻചാണ്ടിയും രണ്ട് VS അച്യുതാനന്ദനും. രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളിലായിരുന്നുവെങ്കിലും ദീർഘകാലം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിച്ച നേതാക്കളായിരുന്നു ഇരുവരും. കേരളം അടുത്തത് ആരു ഭരിക്കുമെന്നറിയാനുള്ള ആവേശകരമായ പോരാട്ടം നടക്കുമ്പോൾ ആ രണ്ട് നേതാക്കളുടെ അസാന്നിധ്യം രാഷ്ട്രീയ കേരളത്തിലുണ്ടാക്കുന്നത് വലിയ ശൂന്യത. അതേ, VSഉം ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തെ നയിച്ച നേതാക്കളായിരുന്നു ഇരുവരും. രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളിലായിരുന്നെങ്കിലും ജനമനസ്സുകൾ കീഴടക്കിയവരായിരുന്നു ഇരുവരും. തിരഞ്ഞെടുപ്പ് രംഗത്തായാലും പൊതുരംഗത്തായാലും ഈ രണ്ട് നേതാക്കളുടെ വിടവ് നികത്താനാവുന്നതല്ല. അടുത്ത കാലം വരെ ഈ രണ്ടു പേരിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ അച്ചുതണ്ട് തിരിഞ്ഞ കാലഘട്ടമുണ്ടായിരുന്നു. അവർ നയിച്ച തെരഞ്ഞെടുപ്പുകൾ, അവർക്ക് പിന്നിൽ അണിനിരന്ന അനുയായികൾ, ആവേശം നിറഞ്ഞ പ്രസംഗങ്ങൾ, ആൾക്കൂട്ടങ്ങളെ അരങ്ങാക്കിയവർ, മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായുമെല്ലാം അവർ നമ്മെ നയിച്ചു. ിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും UDFന്റെ ചുക്കാൻ പിടിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. എന്നാൽ ഭരണത്തിലേറാനായില്ല എന്നു മാത്രമല്ല, ആ നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കും മുമ്പേ അദ്ദേഹം വിട പറഞ്ഞു. 2020 നിയമസഭാംഗമായി 50 വർഷം പിന്നിട്ട ഉമ്മൻചാണ്ടി 2 തവണയായി 7 വർഷക്കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നു. 1970 മുതൽ 2023 വരെ പുതുപ്പള്ളിയിൽ നിന്നും തുടർച്ചയായി 12 തവണയായി 53 വർഷം കേരള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാംഗമായിരിക്കെ 2023 ജൂലൈ 18 ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ 79 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. കുഞ്ഞുഞ്ഞെന്ന വിളിപ്പേര് ചാർത്തി കിട്ടിയ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സേവന തൽപരതയും ലാളിത്യവും വിനയവും ഒക്കെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തും കോൺഗ്രസിൻ്റെ ചാലകശക്തി. VS എന്ന രണ്ടക്ഷരം മാത്രം മതിയായിരുന്നു ഒരു കാലഘട്ടത്ത് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വേദികൾ ഇളകിമറിയാൻ. ക്രൗഡ് പുള്ളറായിരുന്ന VS എന്നും ഇടത് പ്രവർത്തകർക്കിടയിൽ ആവേശമായിരുന്നു. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് 2021 തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നില്ലെങ്കിലും VS ഒപ്പമുണ്ടെന്നതു തന്നെ പാർട്ടിക്കാർക്കും അണികൾക്കും ഊർജവും ശക്തിയുമായിരുന്നു. ഇടത്തോട്ട് ഒരു പക്ഷം ജനതയെ ചേർത്തു നിർത്താൻ വിശ്രമവേളയിലും VSന്റെ സാന്നിധ്യത്തിന് സാധിച്ചിരുന്നു. 2006 മുതൽ 2011 വരെ 12ാം നിയമസഭയിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. പ്രതിപക്ഷ നേതാവായും അദ്ദേഹം കേരളത്തിൻ്റെ ശബ്ദമായി. പരിസ്ഥിതി വിഷയങ്ങളിലും അഴിമതിക്കെതിരെയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിലും VS ഉയർത്തിയ നിലപാടുകൾക്ക് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ആർജിക്കാനായി. 1965 VS ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. എന്നാൽ കന്നിയങ്കത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് 1967 അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്നങ്ങോട്ട് അദ്ദേഹം CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അനിഷേധ്യ നേതാവായി അവസാന കാലഘട്ടം വരെ തുടർന്നു. 2025 ജൂലൈ 21 102 വയസ്സിൽ VS എന്നേക്കുമായി വിടവാങ്ങി. ആ വിപ്ലവ സ്മരണകൾ ഇരമ്പുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തും. ന്യൂസ് ഡെസ്ക് മലബാർ ന്യൂസ്.
വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.